സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ അധ്യായത്തില് സ്ത്രീകള് കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്താല് വീടിന് ഐശ്വര്യമാണ്. അത് ഏതൊക്കെ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളാണ് കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്താല് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുന്നത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് വിശദമായിട്ട് നോക്കാം. ചില വീടുകളിൽ കാലങ്ങളായി ചെയ്തു പോകുന്ന ചില സമ്പ്രദായങ്ങൾ ഉണ്ട്. അത്തരത്തിലൊന്നാണ് കാക്കയ്ക്ക് ആഹാരം നൽകുക എന്നത്. കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്താൽ നല്ലത് സംഭവിക്കുമെന്നാണ് വിശ്വാസം. കാക്ക പൊതുവെ ബലിയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. അതായത് നമ്മുടെ പിതൃക്കളുമായി ബന്ധപ്പെട്ട ഒന്നാണ്. മാത്രമല്ല യമലോകത്തിന്റെ കവാടത്തിൽ കാക്ക ഇരിക്കുന്നു എന്നാണ് വിശ്വാസം. ഇതിനാല് തന്നെ പൂർവികർ പറയാറുണ്ട് കാക്കയെ ഉപദ്രവിക്കരുത്, കാക്കയ്ക്ക് ആഹാരം നൽകണം എന്നത്. കാക്കയ്ക്ക് ആഹാരം നൽകിയാല് പിതൃപ്രീതി ഉണ്ടാകും എന്നാണ് വിശ്വാസം. വിഷ്ണു പുരാണത്തിലും ഗരുഡ പുരാണത്തിലും എല്ലാം കാക്കയെ ചുറ്റിപ്പറ്റിയുള്ള വിശ്വാസങ്ങൾ പലതും പറയുന്നുണ്ട്. കാക്കയെ നോക്കി ശകുനം പറയാറുണ്ട്. കാക്ക വിരുന്ന് വിളിക്കുന്ന പോലുള്ള കാര്യങ്ങൾ പണ്ടേ നാം പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യമാണ്. ദുരിതങ്ങളൊക്കെ മാറുന്നതിനും പിതൃപ്രീതിയെങ്കിലും സന്തതി പരമ്പരകൾ നന്നായി വരുമെന്നാണ് പറയുക. ഇതുപോലെ ശനിദേവനെ പ്രീതിപ്പെടുത്താൻ കാക്കയ്ക്ക് ആഹാരം നൽകുന്നത് നല്ലതാണെന്ന് പറയും. ശനി നല്ല ഫലങ്ങൾ നൽകുമെങ്കിലും പൊതുവെ ശനിദശ എന്നാൽ മോശം കാലമെന്നാണ് നാം പറയുക. രോഗ മരണ ദുരിതങ്ങൾ മാറി നിൽക്കുമെന്നതാണ് മറ്റൊരു വിശ്വാസം. അകാല മൃത്യു ആ കുടുംബത്തിൽ ഉണ്ടാകില്ലെന്ന് കാക്കയ്ക്ക് ആഹാരം നൽകുന്നതിലൂടെ സാധിക്കുമെന്നാണ് വിഷ്ണു ഗരുഡ പുരാണങ്ങളൊക്കെ പറയുന്നത്. കാക്കയ്ക്ക് ആഹാരം നൽകുന്നത് എച്ചിൽ നൽകുകയോ അല്ലെങ്കിൽ നാം വലിച്ചെറിയുന്ന ഭക്ഷണം അത് കഴിക്കുകയോ എന്നതല്ല. നാം കാക്കയ്ക്കായി ഭക്ഷണം നൽകുക എന്നതാണ്. ഇത് നൽകാൻ ചിട്ടയുണ്ട്. നമ്മുടെ വീട്ടിൽ ആഹാരം വെന്തിറങ്ങുന്ന സമയത്ത് മറ്റുള്ളവർ കഴിക്കുന്നതിന് മുൻപായി ഒരു പാത്രത്തിലോ ഇലയിലോ കാക്കയ്ക്ക് കഴിക്കാൻ വീടിന്റെ തെക്കുകിഴക്കോ ഭാഗത്ത് അടുക്കളപ്പുറത്തോ വയ്ക്കുന്നത് കൂടുതൽ നല്ലതാണ്. ആഹാരം ആറിയ ശേഷം വയ്ക്കുക. ഒരു ചിരട്ടയിലോ മറ്റോ അല്പം വെള്ളം വയ്ക്കുന്നതും നല്ലതാണ്. കാക്ക ഈ ആഹാരം സ്വീകരിച്ചാൽ ഇത് ഐശ്വര്യം ഉണ്ടാകുമെന്ന് പറയാം. അതുപോലെ തന്നെ കാക്കയ്ക്ക് എള്ള് നൽകിയാൽ കിടക്കുന്ന മുറിയിൽ ഉപയോഗിക്കുന്ന തലയണയുടെ അടിയിൽ എള്ള് കിഴികെട്ടി വയ്ക്കുക. ആഴ്ചയില് ശനിയാഴ്ച ഇതിലൊന്ന് അല്പം എള്ള് കാക്കയ്ക്ക് നൽകുന്ന ഭക്ഷണത്തിൽ ചേർത്ത് നൽകാം. ഇത് നല്ല രീതിയിൽ സാമ്പത്തിക ഉന്നതി നൽകുന്നു. ഇതുപോലെ ശത്രുദോഷം മാറാനും കഷ്ടതകൾ മാറാനും എല്ലാം ഇത് ഏറെ നല്ലതാണ്. ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ പിതൃദോഷ പരിഹാരത്തിന് എല്ലാം ഇത് നല്ലതാണ്. പിതൃതർപ്പണത്തിന് എള്ള് പ്രധാനമാകുന്നതിന്റെ കാരണം ഇതുകൂടിയാണ്. ഇതുപോലെ ചില പ്രത്യേക നക്ഷത്രക്കാർ കാക്കയ്ക്ക് ആഹാരം നൽകി പ്രാർത്ഥിച്ചാൽ ഇരട്ടി ഫലമെന്നാണ് പറയുന്നത്. അത്തരം നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പൂരം, ഉത്രാടം, ചോതി, ഭരണി, പൂരാടം, വിശാഖം, മകീരം, ആയില്യം, ഉത്രട്ടാതി, രേവതി എന്നിങ്ങനെ നക്ഷത്രക്കാരുള്ള സ്ത്രീകള് കാക്കയ്ക്ക് ആഹാരം നൽകുന്ന വീട്ടിൽ സർവൈശ്വര്യം വരുത്തുന്നതിനും തടസ്സങ്ങൾ മാറുന്നതിനും നല്ലതാണ്. കാക്ക ആഹാരം സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇത് പിതൃദോഷ ലക്ഷണമാണ്. ഇതിന് ജ്യോതിഷ പ്രകാരം പരിഹാരം തേടുന്നത് നല്ലതാണ്. ഇത് നല്ല സൂചനയല്ല. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചോളൂ. ഒരിക്കൽ കൂടി എന്ന് പറയാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.